എനിക്ക് ഏറ്റവും അവസാനം പാട്ട് വേണ്ടാന്ന് വെച്ചതിൻ്റെ ഒരു പാട്ടുണ്ട്. അതല്ലേ നമുക്ക് പറയേണ്ടത്. പിന്നെ ഇനി പടം ചെയ്യണ്ടെന്ന് തോന്നിയത് അങ്ങനെ തോന്നുമല്ലോ. അതെന്തായിരുന്നു? അതാണ്, അതും കേൾക്കണം. അതായത് ഇവിടെ എവിടെ എടുത്ത് നോക്കിയാലും ഒരു പാട്ടിൻ്റെ ഒരു അംശം എനിക്ക് പറയാൻ ഒക്കും. പക്ഷെ അത് നമുക്ക് പോയി അങ്ങനെ രക്ഷപ്പെടാൻ ഒക്കില്ല. എന്തെങ്കിലും ഒരു അവിടെയെങ്കിലുമൊക്കെ വരും. അങ്ങനെ ഇരുന്ന് ഒരു പാട്ട് ഏതായാലും ഒന്ന് നോക്കാം, ഇത് എന്താണ് സാധാരണ ഒന്ന് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ എന്താ ഒന്ന് നോക്കിക്കളയാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ മനഃപൂർവ്വമായിട്ട് കളവ് ചെയ്തു എന്ന് പറയാം. എവിടെ വേണമെങ്കിലും പറയാനും തയ്യാറാണ്. പക്ഷേ അങ്ങനെ അതെടുത്തിട്ടിട്ട് ഇതെൻ്റെ പാട്ടാണെന്ന് പറഞ്ഞില്ല. അത് പറയാനും ഒക്കില്ല. കാരണം അത് ചേഞ്ച് ചെയ്തു. കാരണം ഇതിനൊക്കെ ഒരു ഫ്രെയിമുണ്ട് ഈ പാട്ടുകൾക്കൊക്കെ. അതായത് ഇപ്പോൾ ആപ്പ് ജൈസെ കോയിരെ എന്ന് പറഞ്ഞാൽ അന്ന് ഹിറ്റായ പാട്ടാണ് അല്ലേ. എല്ലാ ബാത്റൂമിലും അമ്പലത്തിലും എല്ലായിടത്തും എവിടെ തുറന്ന് നോക്കിയാലും വാതിൽ തുറന്ന ആപ്പ് ജൈസെ ഉടനെ മൂടിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് വേറൊരു ജനൽ തുറന്നാൽ അവിടെയും അങ്ങനെ അത്രയ്ക്ക് ഹിറ്റായൊരു സോങ്, നല്ലത്. അപ്പോൾ ഇത് മനസ്സിലുണ്ട്. ഞാൻ വിചാരിച്ചെന്നാൽ ഇതിനെ ഒന്ന് കൈകാര്യം ചെയ്ത് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആപ്പ് ജൈസെ കോയിരെ ഇങ്ങനെ മേലോട്ടല്ലേ, ആപ്പ് ജൈസെ കോയിരെ തിരാ ഓക്കെ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. തക്കിടമുണ്ടൻ താറാവേ തവിട്ടുമുണ്ടൻ താറാവേ, ഈ പാട്ട് അങ്ങോട്ട് ഹിറ്റായി. അപ്പോൾ നമസ്കാരം പറഞ്ഞു. അതാണ് ലാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ പ്രൈവറ്റ് സോങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് വേറെ ഇതിന് കാരണം അതിലെ പാട്ടുകളും വളരെ വ്യത്യസ്തമായ പാട്ടായിരുന്നു. ഈ ആശ്ചര്യ ചൂടാമണിയും അതിൻ്റെ ഓർക്കസ്ട്രൈസേഷൻ ആരായിരുന്നു? അതൊരു റോജർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും അയാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു യു ക്രിയേറ്റഡ് എ വെരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോൺസ് ഇൻ ഇറ്റ്. നോ ഐ നെവർ ഡിഡ് എനി ന്യൂ തിങ്. ഇറ്റ് ഈസ് ഇൻ യുവർ മ്യൂസിക്, ഇൻ യുവർ സോങ്, ഇൻ യുവർ രാഗ്. അങ്ങനെയൊക്കെയാണ് അയാളുടെ അഭിപ്രായം പറഞ്ഞത്. എന്താ വെച്ചാൽ ഞാൻ എടുത്തത് ഈ ആശ്ചര്യ ചൂടാമണി ഈസ് എ രാഗ് അബ്സല്യൂട്ട്, ഒരു നോട്ടും മാറ്റാണ്ട് ആ രാഗത്തിൽ തന്നെ ഉൾക്കൊണ്ടിരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നാഗനന്ദിനി എന്ന് പറയും. നാഗനന്ദിനി ആക്ച്വലി ശങ്കരാഭരണത്തിൻ്റെ ഒരൊറ്റ സ്വരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. സരിഗമ പ ധനി സാനി ദ പ മഗരി സ, ഇതാണ് ശങ്കരാഭരണം. അപ്പം അതിൽ ഒരൊറ്റ സ്വരം, അതായത് ഇതിനെ 29 എന്ന് പറയും. ഞങ്ങളുടെ 72 മേളയിൽ 29ാമത്തെ രാഗമാണിത്. ഇത് 30ാമത്തെ രാഗമാണ് നാഗനന്ദിനി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സരിഗമ പദനി സനിത പ മഗരി സ, ഒരൊറ്റ നോട്ടാണ്. ഒന്ന് മാറിയിട്ടേ ഉള്ളൂ. ആശ്ചര്യ ചൂടാമണി അനുരാഗപ്പാൽ കടൽ കടഞ്ഞു കിട്ടിയൊരാശ്ചര്യ ചൂടാമണി. അത് എനിക്ക് ഏറ്റവും സന്തോഷം എന്തെന്ന് വെച്ചാൽ മ്യൂസിഷ്യൻസ്, അന്നത്തെ വയലിനിസ്റ്റ്, ഇന്നത്തെ കേൾക്കുന്ന വയലിനിസ്റ്റോ അല്ലെങ്കിൽ മ്യൂസിഷ്യൻസ്, ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് എന്ന് അതിവർ പറഞ്ഞു. അത് മതി. അല്ല, അന്ന് പാട്ടും ഹിറ്റായിരുന്നു സെറ്റ്, അത്ര സൂപ്പർ ഹിറ്റായ പാട്ട്. പിന്നെ എല്ലാവർക്കും അങ്ങനെ വേദികളിൽ പാടാൻ ഒക്കുന്നൊരു പാട്ടായിരുന്നില്ല അത്, അത്ര ഈസി ആയിട്ട് വഴങ്ങുന്ന. ചൂടുള്ള നിൻ്റെ സ്വയം പ്രഭാതാളത്തിൽ ചുറ്റും പറന്നു, പറക്കണ്ടേ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത സെറ്റ് പാടി കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൊതി വരണോണ്ട് ചോദിക്കുന്നു. അതെ, അങ്ങനെ കൊതിച്ചിരിക്കട്ടെ. ചൂടുള്ള നിൻ്റെ സ്വയം പ്രഭാതാളത്തിൽ ചുറ്റും പറന്നു ഞാൻ. പിന്നെന്താണ്? നിൻ ചത്ത ദൈവത്തിൻ്റെ കയ്യിലെ കർപ്പൂര തപസിരുന്നു. അതിലേറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലൂട്ട് ബിറ്റ്, ആശ്ചര്യ ചൂടാമണി. അത് ഇനിയും ചെയ്യാം നമുക്ക്, പക്ഷേ അതിനുള്ള സൗകര്യം, അതിനുള്ള സമയം, അതിനുള്ള ഫ്രീഡം എന്ന് പറയും. ആ ഫ്രീഡം ഇല്ലാതെ ഇപ്പം തന്നെ ഏറ്റവും മഹാനായ ഒരു നൗഷദ്ജി, അദ്ദേഹത്തിന് കഴിവില്ലെന്ന് നമുക്ക് പറയാനൊക്കെ. എന്തൊക്കെയാണ് ജീവിതത്തിൽ ഞാൻ ആദ്യം പട്ടേൽ ടോക്കീസിൻ്റെ മുൻപിൽ ഇരുന്നുണ്ട്. ഇൻസാഫ് ക മന്ദിർ ഹൈ, അത് ആ പട്ടേൽ ഇന്നും കേൾക്കുകയാണ്. പട്ടേൽ ടോക്കീസിൽ നിന്നിട്ട് കേട്ടാൽ കണ്ണമാലി വരെ കേൾക്കും അന്നത്തെ സൗണ്ട്. അങ്ങനെ കേട്ട് പഠിച്ച പാട്ടാണ് അതൊക്കെ. റഫി സാഹിബിൻ്റെ ഭഗവാൻ കാ ഘർ ഹൈ
ഇൻസാഫ് കം, ഇതൊക്കെ ക്രിയേറ്റീവ് സോങ്സ് ആണ്. ഇത് ഒരിക്കലും നശിക്കില്ല. കാരണം അങ്ങനെ ഉണ്ടാക്കിയാണ് അവർ ഇരുന്ന് ആലോചിച്ച് എവിടെ എന്ത് ചെയ്യണം, എന്ത് പുതിയതായിട്ട് എന്തുണ്ടാക്കാം, എൻ്റേതായിട്ട് എന്തുണ്ടാക്കാം എന്നുകൊണ്ട് താപസിരുന്ന് ഉണ്ടാക്കുന്ന ഗാനങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ ഒരുത്തൻ അമേരിക്കയിൽ നിന്ന് ഏതോ ഈ സിറ്റുവേഷൻ പറയണേ ഞാൻ, ഇദ്ദേഹത്തിന് മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ച് കാശുമൊക്കെ ആയിട്ട് വന്ന് എല്ലാം പറഞ്ഞൊക്കെ അവരുടെ ഉറുദുവിലൊക്കെ നന്നായിട്ടൊക്കെ സംസാരിച്ചൊക്കെ പോകുന്നതിന് മുൻപ് കുറച്ച് സ്റ്റീഡിയും കാസറ്റും കൊടുത്തു. ഞാൻ സുൻകെ കുച്ച് കാം കർണ എന്ന് പറഞ്ഞു, കേട്ടിട്ടേ എടുത്തോളാൻ പറഞ്ഞു. ആ നട്ടൽ അദ്ദേഹത്തിനുണ്ട്. ആ വിശ്വാസം തരുന്ന ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ, രവീന്ദ്ര മാസ്റ്റർ. ദാസേട്ടാ ഞാൻ പോണു, ദാസേട്ടൻ അത് പാടി ഇങ്ങനെയൊക്കെ അങ്ങനെയാണ് എനിക്കറിയാം. അപ്പം ഞാൻ പറയടാ ഇതിനല്ലേ, അയ്യേ ഞാൻ വിട്ടു ദാസേട്ടൻ, ഞാൻ വിട്ടു. പിന്നെ പറയും ദേ എനിക്ക് മതി, ഞാൻ വല്ല മുറുക്കാൻ കടയിട്ട് ജീവിച്ചോളാം, ഈ പാട്ടേ വേണ്ട ഇനി, ഞാൻ പോണു ദാസേട്ടാ. അപ്പം ഞാൻ പോയിക്കോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അത് പോയി. അത് രവീന്ദ്ര മാസ്റ്റർ പറയുന്നൊരു കഥയുണ്ട്. രവീന്ദ്ര മാസ്റ്റർ ഒരുപാട് പാട്ട് പാടാനായിട്ട് അവസരം ചോദിച്ച് ദേവരാജ മാസ്റ്റർ അടുത്ത് പോയിട്ടുണ്ടല്ലോ, അപ്പോഴൊന്നും കൊടുത്തിട്ടുമില്ല. കുറേ കാലം കഴിഞ്ഞ് രവീന്ദ്ര മാസ്റ്റർ മ്യൂസിക് ഡയറക്ടർ ആയപ്പോൾ ഫസ്റ്റ് റെക്കോർഡിങ്ങിന് ദേവരാജ മാസ്റ്റർ ഒഴികെ ബാക്കി എല്ലാവരും വിളിച്ചു. ആരും വന്നില്ല, മാസ്റ്റർ മാത്രം ചെന്നിരുന്നു എല്ലാം. അപ്പം ചൂളയിലെ പാട്ടാണ് താരകേമിഴിതളിൽ കണ്ണീരുമായി. അതെ, അതിൻ്റെ ഓർക്കസ്ട്രയൊക്കെ ഇരുന്ന് മാഷ അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അതൊക്കെയാണ് ക്വാളിറ്റി. എന്നിട്ട് മാസ്റ്റർ ചോദിച്ചു, ഇതെന്താ നീ യേശുദാസിനെ കൊണ്ട് തന്നെ പാടിച്ച് ഏതെങ്കിലും പുതിയ ആളുകളെ കൊണ്ടൊക്കെ ഒന്ന് ട്രൈ ആയിരുന്നില്ലേ? ഇല്ല മാസ്റ്റർ, അത് ദാസേട്ടൻ പാടിയ തന്നെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫലം കിട്ടുള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ട് പാടിക്കാതിരുന്നത്. ഞാനും ദാസിനെ കൊണ്ട് പാടിക്കണം, അതുകൊണ്ടാണ്. നീ ഒരുപാട് കാലം ചോദിച്ചു വന്നിട്ട് പാടിക്കാതിരുന്നതിൻ്റെ കാരണം ഇതാണ്. ദാസേട്ടൻ്റെ ഹിന്ദിയിലേക്കുള്ള എൻട്രി എങ്ങനെയാണ്? ചോട്ടി സി ബാത്ത് ഹിന്ദിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ്റെയാണ്. സലി ചൗധരി വന്നതോടുകൂടിയാണ് ഹിന്ദിയിലേക്ക്. എന്നോട് ചോദിച്ചു ഇങ്ങനെ നീ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊള്ളാം, നമ്മളെ കാത്തിരിക്കുകയല്ലേ. അതെ, അങ്ങനെയാണ് സലി ചൗധരിയാണ് ആ പ്രോമിസ് അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മഹത്വം അതായിരുന്നു. നോക്കി, ഒരു മലയാളിയെ കൊണ്ട് ബംഗാളിയിൽ പാടിച്ചു അതേ പാട്ട് ഒരു ബംഗാളിയെ കൊണ്ട് മലയാളത്തിൽ പാടിച്ചു. അത്രയും ഒരു ഇൻറ്റിഗ്രേഷൻ ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ടർ, നാഷണൽ ഇൻറ്റിഗ്രേഷൻ. മാനസമൈനേ വരൂ, അത് ഞാൻ പാടി നാമുഷകുന്തളതാർ, അതിനെനിക്ക് അവിടെ അവാർഡ് കിട്ടി. ശരി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇതിലേക്ക് എഴുതുന്നത്. അത് ഏറ്റവും ബെസ്റ്റ് സോങ് ആണ് എനിക്ക് ആദ്യം തന്നത്. ചോട്ടി സി ബാത്ത് അല്ല, അതിനു മുൻപാണ് ആനന്ദ് മെഹൽ. നിസ ഗമപനേ സരഗാ ആരെ മിതവാ जन्म जन्म से है हम तो प्यासे आ संग गया. ഇതിൽ ഏറ്റവും ഇപ്പോൾ കാണുന്നത് എന്താണെന്നറിയാം, പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ട് ഇരിക്കുമല്ലോ, ഇരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ ഇദ്ദേഹം. എന്നിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ സംഗതികളൊക്കെ വരില്ല, ഇങ്ങനെ ഇന്ന് പാടാം. ഈ രവീന്ദ്ര ജയൻ പറഞ്ഞതായിട്ട് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് കാഴ്ചയില്ലായിരുന്നല്ലോ. അദ്ദേഹത്തിന് കാഴ്ച കിട്ടണം എന്ന് തോന്നിയത് ദാസേട്ടൻ്റെ പാട്ട് കേട്ടപ്പോഴാണ്. എനിക്ക് യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തി ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലേ. ഒരു വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഒരു ജെനുവിൻ ഒരു ജീനിയസാണ്. സടജനെ പായേ വരദാൻ कोई स्वर भी सा ठहरा कर, कोई भी स्वर सा ठहरा कर, गालो चतुर सुजान षडजने पाए वरदान സാസേ നീ തക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക. ഇതിൻ്റെ ഒരു വലിയൊരു മഹത്വം എന്തെന്ന് വെച്ചാൽ 10-40 വയലിനും ചെല്ലോയും ബേസ് ഗിറ്റാറും മൃദവും അതും ഇതൊക്കെ വെച്ചിട്ട് അന്ന് എനിക്ക് ചോട്ടീസി എന്താണ് ദിൽക്കെ തുക്കടെ അതിന് ഫിലിം ഫെയർ അവാർഡ് കിട്ടിയ സമയത്ത് ലക്ഷ്മികാന്ത് ബെഹർലാൽ ആദ്യത്തെ പാട്ട് അങ്ങോട്ട് വായിച്ചു. അവരുടെ മ്യൂസിക് ഡയറക്ടറിന് അവർക്ക് അത് കിട്ടിയേക്കുന്നത്. എനിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പാടണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരുമില്ല, ഓർക്കസ്ട്ര ഇല്ല, ഗിറ്റാർ പോലും ഇല്ല, ഞാൻ ഏകനായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ഞാനപ്പോൾ ഹൗ ക്യാൻ ഐ സിങ്, ഐ ഡോണ്ട് ഹാവ് എനി ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇന്ത്യ അത്ര എനിക്ക് ഫ്ലുവൻ്റ് അല്ല. ഒരൊറ്റ ആൾ മാത്രം, ദാസ് ജി മേ ബജാऊंगा आपको आपके लिए എന്ന് പറഞ്ഞിട്ട് തബലിസ്റ്റ് മാത്രം.
അവൻ മാത്രം വന്നിട്ട് ഈ കരുത്തുള്ള പാട്ടുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് അവിടെ ഇത്രയും ഓർക്കസ്ട്രയൊക്കെ കഴിഞ്ഞതിനെ ഇരുത്താനൊത്ത്. അതാണ് കമ്പോസിങ്ങിൻ്റെ ബലം. ഈ ഒരു തബല മാത്രം വെച്ച്, ഈ തബല വെച്ചിട്ട് അവൻ്റെ ശ്രുതി മാത്രമേ എനിക്കുള്ളൂ. ഒരൊറ്റ ആൾ, ഒരു ഗിറ്റാറിസ്റ്റ് വന്ന് ചെയ്തില്ല. ആ പാട്ടും അങ്ങനെ തന്നെയാണ്. എന്താണെന്നറിയോ, താൻസൻ ആദ്യം അക്ബറിൻ്റെ, അപ്പോൾ ഞാൻ വാസ്തവത്തിൽ ചിന്തിച്ചു വേട ദൈവമേ ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ അതാണ് എന്നെ പറഞ്ഞു തന്നിരിക്കണം. അങ്ങനെയാണ് താൻസൻ ആദ്യം ഇങ്ങോട്ട് അക്ബറിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ വല്ല മഹാന്മാരെല്ലാം ഇവനാരെന്നുള്ള പോലത്തെ ആക്ഷനാണേ, ആരും വന്നില്ല. ഇദ്ദേഹം ഇങ്ങോട്ട് ആദ്യം തുടങ്ങിയാണ്. ആലാപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഒരുത്തന് കയറി. ഇങ്ങനെ എല്ലാവരും കൂടി പിന്നെ അങ്ങോട്ട് കയറുന്ന പോലെയാണ് ആ പാട്ട് തന്നെ. സിറ്റുവേഷൻ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ഏറ്റവും വലിയ സിംഗറായി മാറുന്നത്. അങ്ങനെയാണ് സിറ്റുവേഷൻ ഉണ്ടാക്കിയിരുന്നത്. ഇത് കഴിഞ്ഞ് പാട്ട് ഒക്കെ എടുത്തു കഴിഞ്ഞ് 2 ദിവസം റെക്കോർഡിങ്, കംപ്ലീറ്റ് റെക്കോർഡിങ് 2 days, 12 മിനിറ്റ് 15 മിനിറ്റായിട്ടാണ് പാട്ട്. ഈ പാട്ട് കഴിഞ്ഞിട്ട് എനിക്കും പനി, രവീന്ദ്ര ജെയിനും പനി. അത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് പാടി ഫലിപ്പിക്കാനുള്ള ആയതുകൊണ്ട് അയാളും ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല, ഞാനും കിടപ്പായി പോയി. ഇതൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച 1.5 കഴിഞ്ഞ് ഞങ്ങൾ ഓഫീസിൽ ചെല്ലുന്നു. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡിസ്കഷൻ, ഇത്രയും കടുപ്പം വേണമെന്ന്. ഏത് അവർക്ക് കടുപ്പമായിപ്പോയെന്ന്, ലൈറ്റാക്കണമെന്ന്. അപ്പം ഞാൻ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ താൻസനല്ലേ എടുക്കണത്, താൻസനിൻ്റെ 5% പോലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ ഒത്തിട്ടില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ ഒത്തിട്ടില്ല. രവീന്ദ്ര ജെയിൻ ചെയ്യുമായിരിക്കും, എൻ്റെ കഴിവിൽ ഞാനിത് ചെയ്തിരിക്കണം. പിന്നെ എന്തിനാ താൻസൻ എടുക്കണേ എന്ന് ചോദിച്ചു. എടുത്തില്ല, എടുക്കാൻ ഒത്തിട്ടില്ല. ശരി, അതുകൊണ്ട് ആ പാട്ട് അങ്ങനെ നിൽക്കുക. ആ പാട്ടല്ലേ? അതല്ല, ഇപ്പം ഞാൻ പാടിയ പാടി. സാസേനി തക്ക് शुद्ध स्वरों में होता राग बिलावल, रे को सा समझो तो काफ़ी ഗാനി ജിസ്മേ കോമൽ. അപ്പോൾ അവിടെ സയൻസ് പറയണം എന്തെല്ലാം സ്വരങ്ങളാണ്, എന്തെല്ലാം ശുദ്ധ ഋഷഭാണ്, കോമൽ ഋഷഭാണ് എന്നൊക്കെ പറയാം. ഗാക്കോ സാ മാനോ തോ ഭൈരവി की होती पहचान, षडजने पाय വരദാൻ. അത്രയാ ഞങ്ങൾ പോകണങ്ങനെ. ഈ പാട്ടുകളൊക്കെ മനുഷ്യനെ ഉൾക്കൊള്ളാൻ പാടണ്ട. അത് ഒരു മാസ്റ്റർ പീസാണെന്നുള്ളതാക്കണം. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പം എത്ര പേർക്ക് വെക്കും അത്, അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും പാടണം. ഇപ്പോൾ ജനഗണമന, ഞാൻ എഗ്രി, ജനഗണമന നമ്മുടെ നാഷണൽ ആന്തമാണ്. അത് ബുദ്ധിപൂർവ്വം അവർ ആ സിമ്പിളായിട്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും പാടാൻ പറ്റും. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിളാണ് ജനഗണമന. ആരും എഴുതിക്കുന്നുണ്ട് കേട്ടോ. ജനഗണമന ഒറ്റ സ്വരവും 2 സ്വരവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുള്ളൂ. അത് ഫുൾ സിമ്പിളാണ്. ഒരു അവസരമായാലും അത് കയറിപ്പോകും അതിൻ്റെ കൂടെ. അതേസമയം അതിനെ കയറ്റി എന്നൊക്കെ പാടി ആര് പാടും? ജനഗണമനയതിനായക ജയ ഹേ ഭാരത് എന്നൊക്കെ പാടിയാൽ ആരെങ്കിലും പാടാൻ നോക്കും? ഒരാൾക്ക് പാടാൻ നോക്കും. അപ്പോൾ ഇതല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കണം. എങ്ങനെയാണ് സിറ്റുവേഷൻ, എന്താണ് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻസിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല പാട്ടുകൾ ഇല്ലാണ്ടായി പോകണമെന്ന് പറഞ്ഞു വരികയാണ്. അപ്പോൾ സിറ്റുവേഷൻ ഉണ്ടാക്കണം. പാട്ടുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചിട്ട് ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ, ഒരുപാട് എത്ര പറഞ്ഞാലും തീരില്ല. ജമി ചേച്ചി ചെറുപ്പകാലത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ദാസേട്ടനെ പറ്റി. ദാസേട്ടനെ പറ്റി എപ്പോഴും ഓർക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ? കുറേ ഉണ്ട്. പക്ഷേ പ്രധാനമായിട്ട് എനിക്ക് അന്ന് ഒരു 4 വയസ്സുണ്ടാവും. അപ്പോൾ ദാസേട്ടൻ ഇങ്ങനെ അവിടെ ഞങ്ങളുടെ മുറ്റത്തൊരു വലിയ കാരമരമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു വടി എടുത്ത് ഭയങ്കര, അപ്പോൾ കുറേ കാരൊക്കെ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പം അതെറിഞ്ഞ് വടി വന്ന് വീണത് എൻ്റെ മുതുകത്താണ്. അപ്പോൾ ഉടനെ തന്നെ എൻ്റെ അടുത്ത് അമ്മച്ചിനോട് പറയരുത് നീ പിന്നെ. അപ്പം ഞാൻ കരഞ്ഞ്. അപ്പോൾ അമ്മച്ചി ചോദിച്ചു എന്താ മോളേന്ന് ചോദിച്ചു. ഇല്ല ഒന്നുമില്ല, കാരൊക്കെ വീണാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മച്ചി എന്നെ കുളിപ്പിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും
അങ്ങനെ പല പല കുസൃതികൾ വളരെ അതെ. ഈ മക്കളുടെ ആരും പറഞ്ഞില്ല നമ്മൾ വിജയുടെയും വിനോദിൻ്റെയും വിശാലിൻ്റെ ഒക്കെ കാര്യം എനിക്കറിയാം. എന്നാലും വിനോദ് മൂത്താള്, വിജയ് രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള് വിശാല്. അതെല്ലാവരും ചോദിക്കും രണ്ട് ആൺകുട്ടികളുള്ള അയ്യോ അല്ല എനിക്ക് 3 ആൺകുട്ടികളുണ്ട്.